ഹല്ലേലൂയ. സ്തോത്രം. അതെ, ദൈവം വൻകാര്യങ്ങളുടെ ദൈവമാണ്. ചെറിയ മനുഷ്യരിൽ കൂടെ പ്രൈസ് ദി ലോർഡ് അതെ വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. ലോകത്തില് ഭോഷന്മാരായവരെ ദൈവം ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭോഷന്മാരായെന്ന് പറഞ്ഞാൽ ഭോഷന്മാരായി തങ്ങളെ തന്നെ താഴ്ത്തിയവരെ എന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അത് തങ്ങളെ തന്നെ ശിശുക്കളെ പോലെ താഴ്ത്തിയവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് അതെ ഇന്നത്തെ സ്റ്റാൻഡേർഡൊക്കെ അനുസരിച്ച് ഒരു ഡബിൾ എംഎയോ ട്രിപ്പിൾ എംഎയോ ഒക്കെ ആയിരിക്കും. അത്രമാത്രം അത് വിദ്യാസമ്പന്നനായിരുന്നു. പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെത്താൻ താഴ്ത്തി, ഞാൻ ഒന്നുമല്ല എന്ന് എണ്ണി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം അവനെ ഉപയോഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലെല്ലാം അത് ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാണ്. തന്നിൽ തന്നെ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവരിൽ തന്നെ തന്നെ മഹത്വപ്പെടുത്തേണ്ടത്, മനുഷ്യനെ മഹത്വപ്പെടുത്തേണ്ടതിനല്ല, തന്നെ തന്നെ മഹത്വപ്പെടുത്തേണ്ടതിനാ ദൈവം. അതെ, ആരെങ്കിലും ഉണ്ടോ തന്നിൽ ഏകാഗ്ര ചിത്തരായി ആരെങ്കിലും ഉണ്ടോ എന്ന് കാണേണ്ടതിനാ അവന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറയുവാൻ ആരെയും ദൈവം അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വലിയ കഷ്ടം വന്നിരിക്കാം, അത് ഈർച്ചവാളിന്റെ അനുഭവം വരാം. പക്ഷെ അവിടെയും അതെ ഇത് നിസ്സാരമായിട്ട് എണ്ണുവാൻ തക്ക പോലുള്ള വലിയ കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൃപയെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ കോളത്തില് നമ്മുടെ പുതിയ നിയമത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എങ്കിലും പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പുതിയ വിൽപത്രം എന്നാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം നിയമമാണ്, അതെ കൽപ്പനകളാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതെ പ്രമാണിക്കുന്നത്? നമുക്ക് പഴയ നിയമത്തിലെ കൽപ്പന അനുസരിക്കാൻ ഒക്കുന്നില്ല. 10 ഉണ്ടായിരുന്നു. ഇവിടെ പുതിയ നിയമത്തിൽ എത്രയാ കൽപ്പനയാ? 1000-ഓളം കൽപ്പനയുണ്ട്. ഈ കൽപ്പനകളെല്ലാം എങ്ങനെ നമ്മൾ അനുസരിക്കുന്നത് എന്ന് അതെ പറഞ്ഞ് ബേജാറാകുന്ന അനേകരുണ്ട്. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, ഇതൊക്കെ അതെ വെറുതെ ബോഷ്കാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന അനേകരുണ്ട്. എന്നാൽ എത്ര കൽപ്പനകൾ ഉണ്ടെങ്കിലും അതെല്ലാം അനുസരിപ്പാൻ തക്കപോലെ ദൈവം കൃപ തന്നാൽ പിന്നെന്താ പ്രയാസം? അതെ, കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കും. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചോ? എന്നാ ലഭിച്ചത്? എവിടെ കൂടാ ലഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമം എന്ന് പറയുന്നത്, പുതിയ വിൽപത്രം എന്ന് പറയുന്നത് കൃപയുടെ വിൽപത്രമാണ്. ആമേൻ. പിതാവ് മക്കൾക്ക് എഴുതി കൊടുത്ത അതെ അവകാശങ്ങളുടെ അനുഗ്രഹങ്ങളുടെ വിൽപത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കൾക്ക് എഴുതി കൊടുത്ത പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളാക്കുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ വന്നിട്ട് അവന്റെ മക്കളാകുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്നില്ലെങ്കിൽ അവർക്ക് കൃപ ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവര് പിന്നെയും ദാസ്യത്തിന്റെ അനുഭവത്തിലാണ്. പഴയ നിയമം, പഴയ വിൽപത്രം, ആ വിൽപത്രം അത് സിനായി പർവ്വതത്തിലാണ്. ആരാ കൊടുത്തത്? നമുക്ക് പുതിയ നിയമം തന്ന യേശു കർത്താവ് തന്നെ ജഡമെടുക്കുന്നതിന് മുമ്പ് അതെ വചനമായ ദൈവമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ യഹോവയായ ദൈവമായിരിക്കുമ്പോൾ മോശയ്ക്ക് വെളിപ്പെട്ട് കൊടുത്തതാണ് ഈ പഴയ നിയമ വിൽപത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ വിൽപത്രം എന്ന് പറയുന്നത്. അതിനകത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ധാരാളമുണ്ട്. ലേവ്യ പുസ്തകമൊക്കെ വായിക്കാമെങ്കിൽ പുരോഹിതന്മാർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളൊക്കെ വളരെ അത് നിഷ്ഠയായിട്ട് അവർ അനുസരിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ജനത്തിന് അതെ ഒരു പാപം ചെയ്താൽ അതെ യാഗം അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. യാഗമൃഗത്തെ, ഊനമില്ലാത്ത മൃഗത്തെ കൊണ്ടുവരണം.
പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരണം. അതൊക്കെ വലിയ ആയാസമുള്ള കാര്യങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെയെല്ലാം അനായാസമായി നമുക്ക് അത് നിർവഹിപ്പാൻ തരുന്ന പോലെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. കൃപ എന്ന് പറഞ്ഞാൽ അത് ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, അത് ഞാൻ ഒന്ന് തട്ടിച്ച് സംസാരിക്കും. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ കരുണയും പുതിയ നിയമത്തിലെ കൃപയും വ്യത്യാസമാണ് എന്ന് ഞാൻ പറയാൻ ഒരു ഉദാഹരണം എടുക്കാറുണ്ട്. പഴയ നിയമത്തില് കരുണയായിരുന്നു ഉണ്ടായിരുന്നു. അത് വലിയ കരുണ തന്നെയായിരുന്നു, സാധാരണ കരുണയൊന്നുമല്ലായിരുന്നു. ആ കരുണ അത് പഴയ നിയമ വിശുദ്ധന്മാരെ നരകത്തിൽ വീഴാതെ നരകത്തിന്റെ ഇപ്പുറത്ത് വക്കിൽ ഇങ്ങനെ ഇരുത്തുമായിരുന്നു. അതിനെയാണ് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് പാതാള പ്രതീക്ഷയാണ്. പാതാള പ്രതീക്ഷയുടെ നേരെ താഴെയാണ് യാതനാസ്ഥലം, അതിന്റെയും താഴെയാണ് അധമപാതാളം. ദൂതന്മാരെയൊക്കെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് ഇട്ടിരിക്കുന്ന അധമപാതാളം, ഇതിനെ എല്ലാം കൂടെ പാതാളം എന്നാ പഴയ നിയമത്തിൽ വിളിച്ചത്. പക്ഷേ പാതാളത്തിന്റെ മേൽത്തട്ട് എയർ കണ്ടീഷൻ ചെയ്തതാണെന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ യാതൊന്നും ഇല്ലാതെ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് അത്ര വലിയൊരു മടി ഉണ്ടായിരുന്നു എന്നുള്ള അതിന്റെ അർത്ഥം. ബോസം എന്നാ പറയുന്നത്. ബോസം എന്ന് പറഞ്ഞാൽ മാർവോട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഇരിക്കുകയാണ് അതിന്റെ അർത്ഥം. അബ്രഹാമിന്റെ എന്നോട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ. അബ്രഹാം എന്ന് പറയാൻ കാരണം എന്തുവാ? വിശ്വാസത്തിന്റെ പിതാവാണ്, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അന്ന് പ്രമാണമൊന്നും കൊടുത്തിരുന്നില്ല, കൽപ്പനകളൊന്നും കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് അബ്രഹാം ചെയ്ത സംഗതികളൊന്നും അത് ദൈവം പാപമായിട്ട് കണക്കിടാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ ഒരു കൽപ്പന കൊടുത്തിരുന്നു, അത് മാത്രമേ പാപമായിട്ട് കണക്കിട്ടിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കനി തിന്നരുത്, വിലക്കപ്പെട്ട കനി തിന്നരുത്. അത് തിന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവര് ആട്ടിപ്പായിക്കപ്പെട്ടത്, പുറത്താക്കപ്പെട്ടത്, ആത്മാവിന്റെ അതേ കണ്ണ് അടഞ്ഞു പോയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് കഴിഞ്ഞ് അതെ പ്രമാണങ്ങളൊന്നും കൊടുത്തില്ല. മോശയുടെ സമയം വരെ പ്രമാണങ്ങളൊന്നും കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവര് യാഗം അർപ്പിക്കുമായിരുന്നു. അതിന്റെ കാരണം കർത്താവ് അവരെ അതേ തോട്ടത്തിന്റെ വെളിയിൽ കൊണ്ടുവന്ന് 2 കോലാടുകളെ അതെ തൊലി ഒലിച്ച് 2 വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. 2 കോലാടുകളാണെന്ന് ഞാൻ പറയാൻ കാരണം നമുക്കറിയാം, അതെ റിബേക്ക അതെ അപ്പന് അത് ആഹാരം ഉണ്ടാക്കാനായിട്ട് ഇറച്ചി അതെ പാകം ചെയ്യാനായിട്ട് 2 കോലാടുകളെ കൊണ്ടുവരാനായിട്ട്. ഈ 2 കോലാടുകളെ തന്നെയാണ് മോശയും പാപപരിഹാര ദിവസത്തിൽ അത് എടുക്കുന്നത്. 2 കോലാട്. 2 കോലാടുകളെ തോല് എടുത്ത് ആദാമിനും ഹവ്വയ്ക്കും അതെ അവരുടെ പാപത്തെ, അവരുടെ മനസ്സാക്ഷിയിലുള്ള കളങ്കത്തെ കവർ ചെയ്യാൻ രക്തമുള്ള തോല് കൊണ്ടുള്ള ഉടുപ്പ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ രക്തം അവരുടെ പാപത്തെ കവർ ചെയ്യും, പാപത്തെ നീക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രമാണം തന്നെ മോശ ഏറ്റെടുത്തു. പക്ഷേ അതിന്റെ കൂടെ കൽപ്പനകൾ കുറെ കടുപ്പിച്ചു കൊടുത്തു. എന്തിനാ കൽപ്പനകൾ കടുപ്പിച്ചു കൊടുത്തത്? ജനം ഒരുപാട് പെരുകിയപ്പോൾ പാപവും ഒരുപാട് പെരുകി. ഹല്ലേലൂയ. പണ്ടൊക്കെ ഞങ്ങളുടെ അപ്പന്റെ ഒക്കെ കാലത്ത് 1-2 വണ്ടികളെ ഈ പ്രദേശത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അത് ട്രാഫിക് സിഗ്നൽസ് ഒന്നുമില്ല. അല്ലെ, കാരണം ഈ വണ്ടി വല്ലപ്പോഴും 1-2 വണ്ടി അത് വെള്ളിയാഴ്ചയോ ഒരു ദിവസം അത് ഇങ്ങനെ പുറത്തോട്ട് വരും, ഹോൺ അടിച്ച് പോകും, ആർക്കും ഒരു പ്രശ്നം വരും. എന്നാൽ ഇപ്പോഴോ ഏത് വളവിന് ചെന്നാലും അതെ വളരെ ശ്രദ്ധയോടെ പോയില്ലെങ്കിൽ 2-3 വണ്ടികളാണ് കയറി വരുന്നത്. അതുകൊണ്ട് ട്രാഫിക് റൂൾസ് വേണം, മനസ്സിലാവും. പാപം പെരുകിയപ്പോഴാണ് കൽപ്പനകൾ കൊടുത്തത്. അതെന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. പാപമാണെന്ന് മനുഷ്യർക്ക് അറിയാൻ വേണ്ടി കൊടുത്തതാണ്. പാപമാണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇന്നതാണ്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ ഒക്കത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇന്നും സാധ്യമല്ല, അന്നും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ പാപ
സ്വഭാവമുള്ള ശരീരത്തിലാണ് വസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പാപത്തിന്റെ നിയമം വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ്, വലിയ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു. അപ്പോൾ എന്നിൽ പാപത്തിന്റെ നിയമം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവൻ ആരെന്ന് ചോദിച്ചിട്ട് പൗലോസ് ഒരു ഉത്തരം കൊടുക്കുന്നുണ്ടല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും രണ്ടായിട്ടാണ് വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത് എന്താണ്? അതെ, അതിന്റെ ആരംഭം തുടങ്ങുന്നത് എങ്ങനെ? ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കതുപോലെ ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ, യേശു ക്രിസ്തുവിനെ, അത് നൽകുവാൻ തക്കതുപോലെ ആര് ലോകത്തെ സ്നേഹിച്ചു? പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള പാട്ട് ആരുടെ ദാനമാണ്? പിതാവായ ദൈവത്തിന്റെ ദാനമാണ്. എന്തുവാണ് ദാനം? യേശു ക്രിസ്തുവാണ് ദാനം. പ്രൈസ് ദി ലോർഡ്. അനേകർ വിചാരിക്കുന്ന യേശു ക്രിസ്തു എന്ന ദാനമാണ് രക്ഷ. പിതാവായ ദൈവം നമുക്ക് തന്നതാണ് രക്ഷ എന്ന യേശു ക്രിസ്തുവിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായം ഞാൻ പലപ്പോഴും എടുക്കാറുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അതെ, സ്വർഗീയ ദാനം ആസ്വദിച്ചവർ ഒരിക്കൽ എന്തുവാ? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അല്ലേ? പ്രകാശനം ലഭിച്ചെന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? എൻലൈറ്റൻമെന്റ് നമുക്കുണ്ടായി എന്നർത്ഥം. എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചും നമ്മളെ കുറിച്ചുമുള്ള അറിവ് നമുക്ക് ലഭിച്ചു എന്നതിന്റെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കുറിച്ചും നമ്മളെ കുറിച്ചും അറിവ് എപ്പോഴാണ് ലഭിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കാൽവറിയിൽ ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിൽ കൂടെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയ്യോ, പാപിയായ എനിക്ക് വേണ്ടി ദൈവം തന്റെ ക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്തല്ലോ. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം അറിയുന്നത്, ദൈവം ആരാണെന്ന് അറിയുന്നത്. ദൈവം ആരാണെന്ന് അറിയുമ്പോഴാണ് ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? യെശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ അവൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ മഹാരാജാവ്, അതെ, ഉസിയ രാജാവിനേക്കാൾ വലിയ രാജാവ്, അതെ, സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടു. അതെ, സെറാഫുകള്, അതെ, 6 ചിറകുള്ള സെറാഫുകള്, അതെ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് ശരീരം മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പോഴെന്തോ പറ്റി? യഹോവയുടെ മഹത്വം യെശയ്യാവ് കണ്ടപ്പോൾ, അതെ, ഉസിയ രാജാവിന്റെ മരണമെല്ലാം മറന്നു. അവനേക്കാൾ വലിയ രാജാവിതാ അധിപതിയായി, ആധിപത്യമുള്ളവനായി, തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി അത് നിലകൊള്ളുന്നു എന്ന് കണ്ടപ്പോൾ അവൻ എന്തു പറഞ്ഞു? അയ്യോ, ഞാൻ നശിച്ചു. ശുദ്ധിയില്ലാത്ത ദൈവത്തിന്റെ മഹത്വം ഒരുത്തൻ കാണുമ്പോൾ തന്നെ തന്നെ കാണുക. ഇതാണ് പ്രകാശനം ലഭിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവും? ഈ പ്രകാശനം ലഭിച്ചാൽ സ്വർഗീയ ദാനം ആസ്വദിക്കും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവാണ് എന്നെ വിടുവിപ്പാനായിട്ട് പരമയാഗമായത് എന്നത് ഒരുത്തൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തന്റെ ഉള്ളിലുള്ള പാപം അത് അവന് ബോധ്യമായി കഴിഞ്ഞാൽ, അവൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ നമുക്ക് തരുന്നതാണ് ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പഴയ നിയമത്തിൽ നടന്നിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവിടെ കരുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, നരകത്തിലേക്ക് പോകാതെ നരകത്തിന്റെ വക്കിൽ, അതെ, ഇല്ലേ, യാതനാ സ്ഥലത്തിന്റെ നേരെ മുകളിൽ, അതെ, എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലത്ത് ആ യാതനാ സ്ഥലത്തേക്ക് വിടാതെ അവരെ സൂക്ഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നുവരെ സൂക്ഷിച്ചിരുന്നു?
കർത്താവ് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരെ സൂക്ഷിച്ചു. കർത്താവ് അതെ കാൽവറിയിൽ യാഗമായി അവന്റെ ആത്മാവിനെ യാഗമാകുന്നതിന് മുമ്പ് പിതാവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവന്റെ പ്രാണൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പാതാളത്തിലേക്ക് പോയി. പാതാളത്തിൽ ചെന്ന് നോഹയുടെ കാലത്ത് പട്ടയം പണിയുമ്പോൾ അനുസരിക്കാതിരുന്ന അവരുടെ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. പാതാളത്തിൽ പോയത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മുടെ പാപത്തിന് അവന്റെ പ്രാണൻ അകൃത്യയാഗമാകേണ്ടതായിരുന്നു. അല്ല, അവന്റെ ശരീരം മാത്രമല്ല യാഗമാകേണ്ടത്, അവന്റെ പ്രാണനും അകൃത്യയാഗമാകണമായിരുന്നു. അതുകൊണ്ടാണ് അവൻ യാതനാ സ്ഥലത്ത് പോയി യാതനാ സ്ഥലത്ത് കിടന്നവരോട് സുവിശേഷം അറിയിച്ചു. യാതനാ സ്ഥലത്ത് കിടന്നവരോട് എങ്ങനെ സുവിശേഷം അറിയിക്കാൻ ഒത്തതെന്ന് അറിയാമോ? കർത്താവ് നിത്യനാണ്. യേശു ക്രിസ്തു പിതാവിനെ പോലെ നിത്യനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ 9:6 നിത്യപിതാവ് എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനമാണ്, തെറ്റായ പരിഭാഷയാണ്. അത് നിത്യനായവനെന്ന് നിങ്ങൾ വായിക്കണം. നിത്യപിതാവെന്നല്ല, നിത്യപിതാവെന്ന് യേശുവിനെ വിളിച്ചാൽ നമുക്ക് 2 പിതാവായി തീരും. മനസ്സിലാവുന്നു? നമുക്കൊരു പിതാവേ ഉള്ളൂ, പിതാവായ ദൈവം. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ, അത് 8-ാം അധ്യായത്തിൽ സങ്കീർത്തനം വായിച്ചപ്പോൾ കർത്താവായ യഹോവ എന്ന് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല, പിതാവായ ദൈവത്തെ കുറിച്ച്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്ന യഹോവയായ ദൈവമാണ്. കർത്താവായ യഹോവ എന്ന് പറയുന്നത് യെശയ്യാവിന്റെ, അതെ, നമുക്ക് യെശയ്യാവിലേക്ക് പോകാം. അവിടെ നമുക്ക് കാണാം. യെശയ്യാവ് 48:16 നോക്കിക്കാട്ട്. നിങ്ങൾ അടുത്ത് വന്നാൽ കേൾക്കുക. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ടെന്ന് ആരായി പറയുന്നതെന്ന് അറിയാമോ? അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കാമെങ്കിൽ, ആദിയും അന്തവുമായവൻ യേശു ക്രിസ്തുവാണ് പറയുന്നത്. യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. 12-ാം വാക്യം വായിച്ചേ. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ അനന്യൻ, ഞാൻ ആദ്യവും ഞാൻ അന്ത്യനുമാകുന്നു. യേശു ക്രിസ്തുവായി പറയുന്നത്. ജഡമെടുക്കുന്നതിന് മുമ്പ് ഉള്ള യേശു ക്രിസ്തു ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. അവൻ 16-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നോക്ക്, യഹോവയായ കർത്താവ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം നമുക്ക് തന്ന ദാനമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയ്ക്ക് ഉള്ള വാക്ക് ഗ്രേസ് എന്നാണ്. ഗ്രേസ്, GRACE അല്ലേ? ഗ്രേസ് ആരെങ്കിലും ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് എന്നുള്ള ആ വാക്ക്, അതിന്റെ അക്രോനിം എന്ന് പറഞ്ഞാൽ GRACE എന്ന് അക്ഷരങ്ങൾ ഒന്നിന് താഴെ ഒന്നായിട്ട് എഴുതാമെങ്കിൽ, ജി എന്ന് പറഞ്ഞാൽ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗോഡ്സ്. ആർ എന്ന് പറഞ്ഞാൽ റിച്ചസ്, ഗോഡ്സ് റിച്ചസ്. എ എന്ന് പറഞ്ഞാൽ അറ്റ്, ഗോഡ്സ് റിച്ചസ് അറ്റ്. പിന്നെ സി ക്രൈസ്റ്റിന്റെ, ക്രിസ്തുവിന്റെ. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, ക്രിസ്തുവിന്റെ ചെലവിൽ. എന്തുവാണ് കൃപ? ദൈവത്തിന്റെ സമ്പത്ത് ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് ലഭിക്കുന്നതാണ് കൃപ. ക്രിസ്തുവിന്റെ സമ്പത്ത്, ദൈവത്തിന്റെ സമ്പത്ത് ക്രിസ്തുവിന്റെ ചിലവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തിന്റെ സമ്പത്ത് മുഴുവനും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്നപ്പോൾ പുത്രനെ ഏൽപ്പിച്ചു. ദൈവത്തിനുള്ള സകല സമ്പത്തും ക്രിസ്തുവിനുള്ളതാണ്. കർത്താവ് തന്നെ പറഞ്ഞു, അതെ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്ത് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്കുള്ളതായതുകൊണ്ടാണ്. സ്തോത്രം. അപ്പൊ കൃപ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ ഇനി അബ്രഹാമിന്റെ മടിയിലല്ല, പാതാള പരദീസയിലല്ല, നമ്മൾ മരിച്ചാൽ ഉടൻ സ്വർഗീയ പരദീസയിലേക്ക്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം, അതെ, ഈ പാതാള പരദീസയിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെയും കൊണ്ടാണ്
സ്വർഗത്തിലേക്ക് കടന്നുപോയത്. Praise the Lord. അതുകൊണ്ടാണ് അത് മഗ്ദല മറിയോട് പറഞ്ഞത്, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോയിട്ടില്ല. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവിടെ പോയി, ഈ വിശുദ്ധന്മാരെ കൊണ്ട് അവിടെ പോയാൽ അവർക്ക് വസിക്കാൻ സ്ഥലം വേണ്ടേ? അവിടെ ചെന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ അവർക്ക് വസിക്കാനുള്ള സ്വർഗീയ പ്രതീക്ഷ ഉണ്ടായി. പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടാണ് വൈകിട്ട് ഇങ്ങോട്ട് വന്നത് തിരിച്ച്. മനസ്സിലാവുന്നു? ഭൂമിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അതെ ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുമെന്ന് പറഞ്ഞു. ആ സ്ഥലം ഒരുക്കിയേച്ചാ കർത്താവ് വന്നത്. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശീകരണത്തിന് ശേഷം മരിക്കുന്നവരൊക്കെ ഉടനെ തന്നെ സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പോകുന്നത്. ഇവിടെ 40 ദിവസമൊന്നും ചുറ്റി നടക്കേണ്ട ആവശ്യമില്ല. അത് കർത്താവ് നമുക്ക് വേണ്ടി അനുഷ്ഠിച്ചു കഴിഞ്ഞു. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിലൂടെ ചുറ്റി നടക്കത്തില്ല. Praise the Lord. ഹല്ലേലൂയ. ചുറ്റി നടക്കും. എന്തുവാണ് ഫെമിലിയർ സ്പിരിറ്റ് എന്ന് പറയുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫെമിലിയർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതെ, പണ്ട് ശൗൽ രാജാവിന് അരുളപ്പാടൊന്നും കിട്ടാതായപ്പോൾ അദ്ദേഹം ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോയി, അല്ലേ? വെളിച്ചപ്പാടത്തി എന്തോനെയാ സേവിക്കുന്നത്? ഫെമിലിയർ സ്പിരിറ്റ്സിനെയാ. എന്ന് പറഞ്ഞാൽ അതെ, നമ്മളെ ഓരോരുത്തരെയും അറിയാവുന്ന ദുരാത്മാക്കളുണ്ട്. ശൗൽ പ്രവാചകനെ അറിയാമായിരുന്ന, ശൗൽ പ്രവാചകനല്ല, ശമൂവേൽ പ്രവാചകനെ അറിയാമായിരുന്ന ദുരാത്മാവിനെ അവർക്ക് സേവയുണ്ട്. ഹല്ലേലൂയ. ആ ദുരാത്മാക്കളെ എല്ലാം കൊണ്ടുവരുവാൻ തക്കതുപോലെ അതിന്റെ അധിപതിയായ ഒരു ആത്മാവിനെയാണ് അവിടെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ശമൂവേൽ പ്രവാചകന്റെ അതേ ഭാവത്തിൽ അതേ വസ്ത്രം ധരിച്ച് വന്നത് ദുരാത്മാവാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ് ദുരാത്മാവിന് വന്ന് നമ്മളാണ് അഭിനയിക്കാൻ നോക്കും. അതിന്റെ ഒരു അനുഭവം അടുത്ത സമയത്ത് ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ടായത് ഞാൻ ഇപ്പൊ പങ്കുവെക്കുന്നില്ല. Praise the Lord. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷെ മരിച്ചു കഴിഞ്ഞ് ആ ഭർത്താവിന്റെ വേഷത്തിൽ ദുരാത്മാവ് ഭാര്യയുടെ അടുത്തും വന്ന് മകളുടെ അടുത്തും. എങ്ങനെ ചെന്നെന്ന് അറിയാമോ? അങ്ങ് വേർത്തൊലിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ വേർത്തൊലിക്കുന്നതിനെക്കാട്ടും ഭയങ്കരമായിട്ട് വേർത്തൊലിക്കുക. കാരണം ഇദ്ദേഹം പോയത് എവിടെയാണ്? യാതനാശ്രദ്ധ പോയി. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. വന്ന് വെളിപ്പെട്ടു. അപ്പം ഭാര്യ ഒരു വലിയ ടവല്, ഈ വെള്ളമെല്ലാം തുടയ്ക്കണ്ടേ, ഒരു വലിയ ടവൽ എടുത്ത് രാത്രിയിൽ സ്വപ്നത്തിൽ കൊടുത്തെന്നാ പറയുന്നത്. ഓക്കെ. അപ്പം ദുരാത്മാക്കള് നമ്മളെ എല്ലാവരെയും അറിയാവുന്ന ദുരാത്മാക്കളുണ്ട്. അവ നമ്മളോട് അടുക്കാതെ നിൽക്കുക. എന്താ? കർത്താവിന്റെ രക്തം നമുക്ക് മതിലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും ഒരു മന്ത്രവാദി ക്രിസ്ത്യാനിയായി അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യമുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയായി കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വലിയ മാരകമായ ഒരു രോഗത്തിന്റെ സമയത്ത് കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ദർശനത്തിൽ അവന്റെ പഴയ സേവകാത്മാക്കൾ ഇങ്ങനെ വെളിയിൽ വന്നിങ്ങനെ അകന്ന് നിൽക്കുകയാണ്. അപ്പൊ അവൻ ചോദിച്ചു, എന്താ അടുത്ത് വരാത്തത്? അയ്യോ, കർത്താവിന്റെ മതില് നിനക്ക് ചുറ്റുമുണ്ട്, ഞങ്ങൾക്ക് അടുക്കാനൊക്കെ. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ആത്മീയ ലോകം. സ്തോത്രം. ഈ ദുരാത്മാക്കളുടെ എല്ലാം മേൽ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ജയമുണ്ട്. ക്രിസ്തു എന്ന ദാനം പിതാവ് നമുക്ക് അവന്റെ കൃപയാൽ തന്നു. അതുകൊണ്ടാണ് നമ്മള് കൃപ എന്ന് പറയുന്നത് പുതിയ നിയമം കൃപയുടെ സുവിശേഷമാണ്. അത് ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹമൊന്നും ക്രിസ്തുവിന്റെ കൃപയെന്നും വ്യത്യാസമായിട്ട് പറയുന്നെങ്കിലും പിതാവിന്റെ കൃപ തന്നെയാണ് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപികളായ നമ്മളെ നരകത്തിൽ വിടാതിരിക്കുക മാത്രമല്ല, പിന്നെയോ തന്റെ പുത്രനോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കാൻ തക്കതുപോലെ പ്രിവിലേജ് നമുക്ക് തരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ കൃപ നമുക്ക് ലഭിച്ചത് വ്യർത്ഥമാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. വ്യർത്ഥമായി പോകാതിരിക്കണം. അതിനുവേണ്ടിയാണ്
സഹപ്രവർത്തകരായ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നത്. Praise the Lord. പരിശുദ്ധ ബാവായ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നല്ല പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Praise the Lord. അതെ അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയിൽ ആരെയും പിതാവെ എന്ന് വിളിക്കരുത്. അപ്പൊ ഞാൻ ഒരു കമന്റ് ഇട്ടു, പിതാവെ എന്ന് വിളിക്കരുതെന്നല്ല പറഞ്ഞുള്ളൂ, പരിശുദ്ധ പിതാവെ എന്ന് വിളിച്ചാൽ കുറ്റമുണ്ടോ? ഞങ്ങൾ പിതാവെ എന്ന് ആരെയും വിളിക്കുന്നില്ല, പരിശുദ്ധ പിതാവെ എന്ന് വിളിക്കുന്നു. അപ്പം ദൈവത്തെക്കാട്ട് വലിയ പിതാക്കന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അതെ ആത്മീയമായിട്ട് ഒരു പിതാവേ ഉള്ളൂ, അത് പിതാവായ ദൈവം. നമുക്ക് അത് ഏക കർത്താവ് കൊണ്ട്, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് കൊണ്ട്. എവിടെ എഴുതിയിരിക്കുന്നത്? 1 കൊരിന്ത്യർ 8:6. നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനോട് ചേർത്ത് ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, അവൻ മുഖാന്തരമാണ് സകലവും എന്ന് എഴുതിയിരിക്കുന്നു. ആദ്യം എഴുതിയിരിക്കുന്നു പിതാവായ ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ അവനാണ് സകലവും സൃഷ്ടിച്ചതെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ രണ്ടാമത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടതെന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ എലോഹീം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. എലോഹീം എന്ന് പറയുന്നത് ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാൽ 3 പേരും കൂടെ ചേരുന്ന ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്നാണ് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ 2:4 മുതൽ 7 വരെ വായിക്കാമെങ്കിൽ ആ സൃഷ്ടി കർമ്മം നടത്തിയത് യഹോവയായ ദൈവം, യേശു ക്രിസ്തുവായിട്ട് വന്ന യഹോവയായ ദൈവമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടി കർമ്മം നടത്തിയത് എബ്രായ ലേഖനം അതെ 1:10 നമ്മൾ വായിക്കുന്നു, കർത്താവേ നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. യേശു ക്രിസ്തു എന്ന കർത്താവാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. പിതാവായ ദൈവം അല്ല, പിതാവായ ദൈവം അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട്? പിതാവായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ കുനിഞ്ഞ് അങ്ങോട്ട് ഊതുമ്പോൾ നമുക്ക് കണ്ണു തുറന്നാൽ ഉടനെ അവൻ ഭസ്മമായി പോകും. പിതാവ് അഗ്നിയാണ്, മനസ്സിലാവുന്നു? അതുകൊണ്ട് പിതാവിൽ നിന്ന് അതെ പുറപ്പെട്ടു വരുന്ന ക്രിസ്തു അല്ലെങ്കിൽ അതെ വചനമായ ദൈവമാണ് സൃഷ്ടികർമ്മം നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം പിതാവിനും മഹത്വം, ക്രിസ്തുവിനും മഹത്വം. പ്രൈസ് ദി ലോർഡ്. പിതാവിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ക്രിസ്തു അല്ല നമുക്കുള്ളത്. അതും കൂടെ കാണിക്കാൻ ഞാൻ, നമ്മുടെ കൃപ പിതാവിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ കൂടെയാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിതാവും ക്രിസ്തുവും കൂടെ ചേരുന്ന ദൈവമാണുള്ളതെന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അതിന്റെ 22 വരാം. നിങ്ങൾക്ക് ഞാൻ യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു. യേശുവിനെ നമ്മൾ ക്രിസ്തു എന്നാണ് കൺഫസ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. അപ്പൊ പിതാവിനെയും പുത്രനെയും അംഗീകരിക്കാത്തവന് ദൈവം ഇല്ല എന്നും താഴോട്ട് വായിക്കുന്നു. അതെ, ദൈവമില്ലാത്തവന് പിതാവും ദൈവവും ക്രിസ്തുവുമില്ല, അല്ലെങ്കിൽ പിതാവും ക്രിസ്തുവും ഇല്ലാത്തവന് ദൈവമില്ല. നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് പിതാവിന്റെ സ്നേഹത്താൽ ക്രിസ്തുവിൽ കൂടെ അത് ലഭിക്കുന്ന കൃപ പരിശുദ്ധാത്മാവിൽ കൂടാണ് നമ്മൾ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൃപ പ്രൈസ് ദി ലോർഡ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൃപ നമ്മളിൽ തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ അർഹിക്കാത്തത് നമുക്ക് തരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാപം ചെയ്താലും അതിനും പരിഹാരം വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. എന്തുവാണ്? ദൈവമക്കൾ പാപം ചെയ്താൽ, അഥവാ പാപം ചെയ്താലെന്ന് ഞാൻ ചേർത്ത് പറയുകയാണ്. പാപം ചെയ്യുവാൻ നമുക്ക് ലൈസൻസ് ഇല്ല. എന്നാൽ അറിയാതെ അഥവാ നമ്മൾ പാപം ചെയ്താൽ നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി, നമ്മുടെ പാപം പിതാവ് ക്ഷമിച്ചു തരും. പിതാവ് ക്ഷമിക്കൊന്നുമല്ല, തൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല അനീതിയും പോക്കി
നമ്മളെ ശുദ്ധീകരിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രിവിലേജാ. ഈ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ നമ്മളെ വ്യക്തമാക്കരുത്. ഈ കൃപ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകള് അത് രക്ഷയുടെ അനുഭവത്തിൽ വരാത്തത്. ഈ കൃപ അത് അത്യന്ത ധനമാണ്. അത് പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളും, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. യിശയ്യാവിന്റെ 49:8 വാക്യത്തിൽ ഇസ്രായേലിനോട് പറയുന്ന ഒരു കാര്യമായി. ഇസ്രായേല്, നമുക്കറിയാം, ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെക്കാട്ടിൽ നീതിമാന്മാരാണോ? അല്ല. അവർ എത്രയോ എന്തെല്ലാം നീതികൾ ചെയ്യുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ലേവി ശിമിയോനും കൂടെ കള്ളം പറഞ്ഞിട്ട് ഹാമോറിന്റെ മക്കളെ പോയി വെട്ടിക്കൊന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവം എങ്ങനെ കൃപ കൊടുക്കുന്നത്? അല്ല, അവരെ ദൈവം എങ്ങനെ സ്വന്തം ജനമാക്കി നിർത്തുന്നത്? തന്റെ കൃപ കൊടുത്തിട്ടാ. പ്രൈസ് ദി ലോർഡ്. കൃപ എന്ന് പറഞ്ഞാൽ അവര് ന്യായപ്രമാണത്തിന്റെ മുന്നിലുള്ള ജനമാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നത് കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനും എല്ലാം കൃപയാ ലഭിച്ചത്. പഴയ നിയമത്തിൽ മോശയുടെ കീഴിൽ വരുമ്പോഴാണ് പിന്നെ കരുണയാകുന്നത്. മനസ്സിലാവുന്നു? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താലാണ് അബ്രഹാം നടന്നത്. നമ്മളും ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നടക്കുന്നത്. താഴോട്ട് വായിച്ച് ഞാൻ പെടുത്താൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാകുന്നു സുപ്രഭാത ദിവസം, ഇപ്പോഴാകുന്നു രക്ഷാ സമയം, അല്ലെങ്കിൽ തിരിച്ച് ഇപ്പോഴാകുന്നു. അത് ഇസ്രായേലിനോട് പറയുന്നതാണ്. അത് ഇന്നും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ, ഇപ്പോൾ ആരെങ്കിലും ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്നാൽ, ഇപ്പോഴാണ് അവന് രക്ഷാ ദിവസം, രക്ഷാ സമയം. ആ സമയത്ത് തന്നെ അവനെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് നമ്മുടെ പഴയ പ്രവൃത്തികളൊന്നും നോക്കാതെ അവയെല്ലാം അഗണ്യമാക്കിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇല്ലേ? പൗലോസിനെ വിളിച്ചപ്പോഴും അവൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്? ദൈവജനത്തെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവന് കൃപ ലഭിച്ചു. അതുകൊണ്ട് അത് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ വിളിച്ച് വേർതിരിച്ചവൻ എനിക്ക് വെളിപ്പെട്ടപ്പോൾ ഞാന് ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ നേരെ ഞാൻ അറേബ്യയിലേക്ക് പോയി. 3 വർഷം അവിടെ പോയി ഗമാലിയേൽ പഠിപ്പിച്ചതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് കർത്താവ് പഠിപ്പിച്ചത് ഏറ്റെടുത്തു. അതാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇത്രമാത്രം കഷ്ടം അനുഭവിപ്പാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അവൻ ആ മഹത്വം, വരാനിരിക്കുന്ന മഹത്വം മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ മഹത്വത്തിന് വേണ്ടി നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. മക്കളായിട്ടും പ്രിയമക്കളായിട്ടും. പ്രൈസ് ദി ലോർഡ്. ആരും നമ്മളെ നമ്മളിൽ തന്നെ സകത വയ്ക്കുവാൻ ആരെയും അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കഷ്ടം വരുമ്പോൾ അയ്യോ നിനക്ക് ഇത് പറ്റിപ്പോയല്ലോ എന്നാരും നമ്മളോട് പറയുവാൻ ഇടയാകും. ഹല്ലേലൂയ. നമ്മളെ വേണ്ടവണ്ണം കർത്താവിന് കൊള്ളാവുന്ന മാനവാസമായിട്ട് അധികം പ്രതിഫലം ലഭിക്കാൻ തക്കതുപോലെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൃപ അഗണ്യമാകാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കി.